ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഹരി ഓം. എല്ലാവർക്കും ഹൃദയംഗമമായ വിഷുദിന ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളട്ടെ. ഇന്ന് ഒരു പ്രകാരത്തിൽ നവവത്സര ആരംഭമാണ്. സൂര്യൻ ദിനരാത്രങ്ങളെ സമമായി ചെയ്യുന്ന സുദിനമാണ്. അതും ഉത്തരായന പക്ഷത്തിലെ വിഷുവമാണ്. നാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് പ്രത്യേകിച്ച് വിഷു ദിനത്തിൽ സൂര്യഭഗവാനാണ് പ്രത്യേക അനുഗ്രഹം ചൊല്ലി ബുദ്ധിയുടെ ദേവതയായി സൂര്യനെ കൽപ്പിച്ച് ആ പ്രഭു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന ധിയോ യോ നഃ പ്രചോദയാത് അത് ചെയ്യാറ് പതിവുണ്ടല്ലോ. ഹരി ഓം. കേൾക്കുന്നുണ്ട് സ്വാമിജി. ശരി. സൂര്യദേവന്റെ പ്രത്യേക അനുഗ്രഹം ബുദ്ധിപ്രകാശനത്തിന് എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് തൊട്ട് ശ്രീ വിനോദ് ഇടമന ഒരു ഭാഗവതം ഓൺലൈൻ ക്ലാസ് അത് നിർവഹിക്കാൻ ആരംഭിക്കുകയാണ്. വിനോദ് വളരെ കാലം ശ്രീമദ് ഭാഗവത ഉപാസന ചെയ്തു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു തപസ്സിന്റെ സവിശേഷ അനുഗ്രഹം വിനോദിന് ഉണ്ടായിരിക്കും. അത് പാഠന വിഷയത്തിൽ വിനോദിനെ തീർച്ചയായിട്ടും സഹായിക്കും.
ഇതില് പങ്കെടുക്കുന്ന പഠിതാക്കൾക്ക് വളരെ ഉപകാരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ച് വിശേഷിച്ചും ശ്രീകൃഷ്ണ കഥാകഥനത്തെ സംബന്ധിച്ച് 3 കൂട്ടരെ സംശുദ്ധീകരിക്കും എന്ന പ്രയോഗമുണ്ട്. പറയുന്ന ആളെയും കേൾക്കുന്നവരെയും ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെയും ഒക്കെ ഒരുപോലെ അനുഗ്രഹിക്കുന്നു എന്നാണ്. ആ അനുഗ്രഹം നമുക്കൊക്കെ സുലഭമാവട്ടെ. ശ്രീമദ് ഭാഗവതത്തിന്റെ രചനാ സന്ദർഭം, രചനയ്ക്ക് ഹേതുവായ കാര്യം, ഇത് ഭാഗവത സപ്താഹത്തിന്റെ സമാരംഭങ്ങളിലും ഭാഗവത സത്രങ്ങളുടെ സമാരംഭത്തിലുമൊക്കെ ആചാര്യന്മാര് ആവർത്തിക്കാറുണ്ട്. വാസ്തവത്തിൽ വേദവ്യാസരെ സംബന്ധിച്ച് കൃതകൃത്യനാണ് എന്ന് പറയാവുന്നതാണ്. ഭഗവാൻ വേദവ്യാസര് വേദങ്ങളെ വ്യസിച്ചവനും മഹാഭാരതത്തെ രചിച്ചവനും ബ്രഹ്മസൂത്രങ്ങൾ എന്ന അതിഗംഭീരമായ കൃതിയെ രചിച്ചവനുമൊക്കെയാണ്. മറ്റ് പുരാണങ്ങളുടെ രചനയും നിർവഹിച്ച ഭഗവാൻ വേദവ്യാസർക്ക് എന്തുകൊണ്ടോ ഒരു മനോവൈക്ലഭ്യം അനുഭവപ്പെട്ടു. വിഷാദാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് സദ്ഗുരു നാരദര് ഭഗവാൻ വേദവ്യാസരെ കാണാൻ എത്തുന്നത്. തന്റെ വിഷാദത്തിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ശ്രീ നാരദരാണ് രചനാ കാര്യങ്ങളിൽ വന്നുപോയ ഒരു നോട്ടക്കുറവിനെ ചൂണ്ടിക്കാണിച്ചത്. അത് വാസ്തവത്തിൽ പൊതുജന കാരുണ്യം കൊണ്ട് സൂചിതമായ കാര്യമാകുന്നു. ഭഗവാൻ വേദവ്യാസർക്ക് ഒരു വിഷാദം ഏർപ്പെടാൻ കാരണമായത് നിശ്ചയമായിട്ടും വ്യാപകമായി ജനങ്ങളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചതിൻ്റെ പ്രകടനമാണ്. കാരണം അത് ഭാഗവത രചനയിലേക്ക് കാര്യങ്ങളെ നയിച്ചു. മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും നേടാനായിട്ടില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അങ്ങനെയുള്ള പരിപൂർണ തൃപ്താത്മാക്കൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നാണെങ്കിൽ അതിനുത്തരം വ്യാപകമായി പറയപ്പെട്ടിട്ടുള്ളത് ലോക കല്യാണാർത്ഥം. ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ ശ്ലോകം വളരെ പ്രശസ്തമാണല്ലോ. ഭഗവാൻ പറയുന്നു, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല, നേടാനായിട്ടുമില്ല, നഷ്ടപ്പെടുകയില്ല, എങ്കിലും ഞാൻ സജീവമായിട്ട് കർമ്മരംഗത്ത് വർത്തിക്കുന്നു. ഇതുപോലെ ലോക കല്യാണാർത്ഥമാണ് ഭഗവാൻ വേദവ്യാസർ അതുവരെയുള്ള രചനകളൊക്കെ നിർവഹിച്ചത്. വേദങ്ങളെ വ്യസിച്ചതും മഹാഭാരതം രചിച്ചതും ബ്രഹ്മസൂത്രം പ്രകാശിപ്പിച്ചതുമൊക്കെ. എന്നിട്ടും പക്ഷേ ആ ധന്യാത്മാവിന് എന്തോ ഒരു വിഷാദം ലോക കല്യാണാർത്ഥം ഉള്ളിലുണ്ടായി. തത്ഫലമായിട്ടാണ് ശ്രീമദ് ഭാഗവതം പ്രകാശിതമായിട്ടുള്ളത്. അതിൻ്റെ പിറകിലുള്ള ഭഗവാന്റെ കാരുണ്യത്തെയും സദ്ഗുരു ശ്രീ നാരദരുടെ കാരുണ്യത്തെയും ഭഗവാൻ വേദവ്യാസരുടെ കാരുണ്യത്തെയും അത് പഠിക്കാൻ തയ്യാറായ ഭഗവാൻ വേദവ്യാസരുടെ പുത്രനായ ശുകബ്രഹ്മർഷിയുടെ കാരുണ്യത്തെയും വിഷയം ചോദിച്ചു മനസ്സിലാക്കാൻ ശാപഗ്രസ്തനായ പരീക്ഷിത്ത് മഹാരാജാവ് ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയം. ആ പരീക്ഷിത്ത് മഹാരാജാവിനെയും ഒക്കെ നമുക്ക് ഈ തരുണത്തിൽ നമസ്കരിക്കാം. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ സവിശദമായ ചിന്തനത്തിലേക്ക്, ആസ്വാദനത്തിലേക്ക് ഒക്കെ നമുക്ക് പ്രവേശിക്കാം. ഈ വിഷുദിനത്തിൽ ശ്രീ വിനോദ് ഇടമന ആരംഭിക്കുന്ന
ഭാഗവത പഠന മനന പാഠന പ്രക്രിയയ്ക്ക് എല്ലാവിധ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഈ മഹത് സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഗുരുപാദ പ്രണാമങ്ങളോടെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇനി തുടർന്നുള്ള പഠനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വിനോദ് വിസ്തരിച്ച് പറഞ്ഞു തരും. എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന വിഷയം ചിന്തനീയമാണ്. ഏറെ വിസ്തരിക്കുന്നില്ല, ചില സൂചനകൾ മാത്രം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം? ഒന്നാമതായിട്ട് ശ്രീമദ് ഭാഗവതം ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ വിസ്തരിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടെ ആരംഭിച്ച ഗ്രന്ഥമാണ്. ആരാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന ചോദ്യത്തിന് ഭാഗവതത്തെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ വാസ്തവത്തിൽ ഭാഗവതം തന്നെയാകുന്നു. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അപ്പൊ ആരാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ എന്ന അന്വേഷണത്തിന് ശ്രീമദ് ഭാഗവതം ഉത്തരമാകുന്നു. ഭാഗവതത്തിൽ എന്തൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടോ അതൊക്കെ കൃഷ്ണചരിതമാണ്, കൃഷ്ണലീലയാണ്, കൃഷ്ണ കഥയാണ്, കൃഷ്ണ തത്വമാണ്. ആ നിലയ്ക്ക് ഭഗവാൻ വേദവ്യാസർ ശ്രീനാരദരുടെ നിർദ്ദേശാനുസരണം കൃഷ്ണചരിതം, കൃഷ്ണലീലാവർണ്ണനം, കൃഷ്ണകഥ, കൃഷ്ണതത്വചിന്ത ഭാഗവതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ജന്മാദ്യസ്യ യതോന്വയാദി തരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ട് എന്ന ശ്ലോകത്തോടെയാണ്. ഇതൊക്കെ വളരെ വിസ്തരിച്ച് കേൾക്കാൻ നമുക്ക് സാവകാശമുണ്ടാകട്ടെ, സൗകര്യമുണ്ടാവട്ടെ. ഇവിടെ ബ്രഹ്മസൂത്രത്തിലെ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന ഒന്നാം സൂത്രത്തിന് ശേഷം ജന്മാദ്യസ്യ യത എന്ന അന്വേഷണത്തിനാണ് സ്വാഗതം ചെയ്തത്. അതേ പ്രയോഗത്തോടെ ഭാഗവതം ആരംഭിച്ചതുകൊണ്ട് ഭാഗവതത്തിന്റെ പ്രതിപാദ്യ വിഷയം കൃഷ്ണതത്വം എന്ന് പറയുന്നത് ബ്രഹ്മതത്വമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ആ ബ്രഹ്മതത്വത്തിന്റെ പ്രത്യേകത എന്താണ്? ജന്മാദ്യസ്യ യത, യാതൊന്നിൽ നിന്ന് സംഭവിച്ചുവോ. ആ ഒരു പരമേശ്വര തത്വം, കൃഷ്ണതത്വം, സർവകാരണ ആധാര തത്വം, അതാണ് വിസ്തരിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ പ്രത്യക്ഷമായി വർണ്ണിക്കാൻ ആരംഭിക്കുന്നത് 10ാം അധ്യായം തൊട്ടാണ്, 10ാം സ്കന്ധം തൊട്ടാണ്. അതുവരെ 9 വരെയുള്ള സ്കന്ധങ്ങളിൽ ഭഗവാൻ കൃഷ്ണനെ നമുക്ക് പരിചയമുള്ള ദേവകീ നന്ദനനെ, വസുദേവപുത്രനെ, യശോദാ നന്ദനനെ, നന്ദഗോപസുതനെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല. അതിനർത്ഥം 9 സ്കന്ധങ്ങളിലായിട്ട് പ്രതിപാദിതമായത് കൃഷ്ണചരിതമല്ല എന്നല്ല. അവിടെയൊക്കെ പരോക്ഷമായി ഭഗവാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് പല പ്രകാരത്തിൽ സജ്ജമാകുന്ന നമ്മുടെ അന്തഃകരണത്തെ കൃഷ്ണന്റെ പ്രത്യക്ഷ ചരിതത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് അതുവരെയുള്ള കഥാഭാഗങ്ങൾ തീർച്ചയായിട്ടും നമ്മെ പാകപ്പെടുത്തുന്ന പ്രകാരം പരിചയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശ്രീമദ് ഭാഗവതം
ഭഗവാന്റെ ചരിതമാണ്, ഭക്തരുടെ ചരിതമാണ്, ഭക്തിപ്രാപ്തിക്കുള്ള ഉപായമാണ്. അതുപോലെ തന്നെ ഭക്തി നിർവൃതിയുടെ ആഖ്യാനമാണ് എന്നിങ്ങനെയൊക്കെ വിചാരം ചെയ്യാൻ സാധിക്കും. അതിലെ വിവിധ ആഖ്യാനങ്ങളെ ഈ പ്രകാരത്തിൽ ലക്ഷ്യപ്രസ്താവം അതിലുണ്ട്, മാർഗപ്രസ്താവം അതിലുണ്ട്, അധികാര പ്രസ്താവം, ആരാണ് ഇത് അധ്യയനം ചെയ്യാനും അഭ്യസിക്കാനും അധികാരി എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ അനുഭൂതി നുകരുന്നവരുടെ ചിത്രീകരണവും ഉണ്ട്. ഇങ്ങനെ സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. അതിലെ ഓരോ സ്കന്ധങ്ങളും ആ നിലയിൽ പൂർണ്ണമാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ബൃഹത് ഗ്രന്ഥത്തെ നമുക്ക് സവിശദം പരിചയപ്പെടാൻ അവസരം കിട്ടുകയാണ്. ഇത് തീർച്ചയായിട്ടും മഹാഭാഗ്യമാണ്. നവവത്സര ദിനത്തിൽ നാം ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ കർമ്മത്തിനാണ് മുതിരുന്നത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സ്വയം അഭിനന്ദിക്കാം. അങ്ങനെ പ്രാർത്ഥനാപൂർവം കൃഷ്ണ ലീലാമൃതം, കൃഷ്ണചരിതം, കൃഷ്ണതത്വ അനുസന്ധാനം അത് നമുക്ക് സാധിക്കട്ടെ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ എന്ന് യാതൊരു കൃഷ്ണതത്വത്തെയാണോ ശ്രീമദ് ഭാഗവതത്തിൽ സവിസ്തരം പ്രതിപാദിച്ചത്, ആ കൃഷ്ണതത്വത്തെക്കുറിച്ചുള്ള സംഗ്രഹ സൂചന ഉണ്ട്. സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. സച്ചിദാനന്ദരൂപായ വയം നുമഃ, ഞങ്ങൾ നമിക്കുന്നു. ആർക്കായിക്കൊണ്ടാണ് നമ്മുടെ നമസ്കാരം അർപ്പിക്കപ്പെടുന്നത്? സച്ചിദാനന്ദ രൂപിക്കായിക്കൊണ്ട്. വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തിൽ ആധാര സത്തയായി പരിലസിക്കുന്നത് സച്ചിത് ആനന്ദ ഭാവം. അത് യാതൊന്നിൽ അന്തർലീനമായിരിക്കുന്നുവോ? ശാസ്ത്രീയമായ വിശകലനത്തിൽ സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ആനന്ദം തന്നെയാണ് ചിത്ത്, ആനന്ദം തന്നെയാണ് സത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു നീല സുഗന്ധ താമര, നീല നിറമുള്ള സുഗന്ധമുള്ള താമര എന്ന് പറയുന്നത് പോലെയല്ല സച്ചിദാനന്ദത്തെ മനസ്സിലാക്കേണ്ടത്. നീല നിറം എന്നുള്ളത് താമരയുടെ വിശേഷണമാണ്, സുഗന്ധം എന്നുള്ളത് വിശേഷണമാണ്. അപ്പൊ ആ ഗുണധർമ്മങ്ങളൊക്കെ മാറ്റാൻ ചിലപ്പോൾ സാധിക്കും. ഇതുപോലെ സച്ചിദാനന്ദം എന്നത് 3 ധർമ്മങ്ങളോ ധർമ്മിയിൽ നിന്ന് അത് മാറ്റിക്കളയാൻ സാധിക്കുകയൊന്നും ചെയ്യില്ല, ഒന്നും സാധിക്കില്ല. അർത്ഥം ഇതാണ്: സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം. അങ്ങനെയുള്ള പ്രഭുവിനായിക്കൊണ്ട് സച്ഛബ്ദം കൊണ്ട് ശാശ്വതമായ ഉണ്മയെ സൂചിപ്പിക്കുന്നു. ചിച്ഛബ്ദമാകട്ടെ ജ്ഞാനസ്വരൂപമാണ് എന്ന് ധ്വനിപ്പിക്കുന്നു. ആനന്ദം എന്നുള്ളത് സുഖസ്വരൂപനാണ് എന്ന് കാണിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും സകലമാന കൊതികളെയും അഭിസംബോധന ചെയ്യുന്ന പദമാണ് സച്ചിദാനന്ദം എന്നുള്ളത്. ശാശ്വതമായ നിലനിൽപ്പ്, മരണാതീത അവസ്ഥ, അമൃതത്വം അത് നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും അറിയാനുള്ള കൊതി നമുക്കുണ്ട്. ഇതുപോലെ തന്നെ എപ്പോഴും സുഖമായിട്ടിരിക്കാൻ നാം അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രകാരത്തിൽ ജീവിതത്തിന്റെ സകല ഗതിവിഗതികളെയും സച്ചിദാനന്ദ പ്രാപ്തിക്ക് വേണ്ടിയാണ് എന്ന് സംഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സച്ചിദാനന്ദ രൂപിയാണ് ഭഗവാൻ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാപ്യ തത്വമാകുന്നു, എല്ലാവരും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന തത്വമാകുന്നു ഭഗവാൻ. അങ്ങനെയുള്ള സച്ചിദാനന്ദ രൂപിക്കായിക്കൊണ്ട് നമസ്കാരം. വിശ്വോത്പത്യാദി ഹേതവേ, വിശ്വത്തിന്റെ ഉത്പത്തി, സ്ഥിതി, ലയം തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാണ് ഭഗവാൻ സച്ചിദാനന്ദ രൂപി.
താപത്രയ വിനാശായ, വ്യക്തിപരമായിട്ട് ഈ സച്ചിദാനന്ദ സ്വരൂപിയെ അന്വേഷിക്കുന്നത് കൊണ്ട്, അറിയുന്നത് കൊണ്ട്, സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഗുണം? എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന താപത്രയത്തിന് പരിഹാരമാവുന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണായ, ഭഗവാൻ കൃഷ്ണനായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം, ആ കൃഷ്ണനെ ഞങ്ങൾ നമിക്കുന്നു. വയം നുമ. ഇത് ഭാഗവതത്തിന്റെ പ്രമേയത്തെയും അതുപോലെ തന്നെ ഫലത്തെയും മാർഗത്തെയും ഒക്കെ ഉപദേശിക്കുന്ന ഒരു സംഗ്രഹ ശ്ലോകമാണ്. എന്താണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രമേയം? ജന്മാദ്യസ്യത, ഈ സകലമാന പ്രപഞ്ചത്തിന്റെയും ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്ക് ആധാരവും കാരണവുമായ തത്വമാണ് പ്രമേയം. അതറിയുന്നതുകൊണ്ട് എന്താ ഗുണം? താപത്രയം ഇല്ലാതാവുന്നു, സകല ദുഃഖങ്ങളും അസ്തമിക്കും. അതിനെന്താ വഴി? നമസ്കാരത്തിന്റെ വഴിയാണ്, ആരാധനയുടെ വഴിയാണ്. ഇപ്രകാരം ശ്രീമദ് ഭാഗവതത്തെ സമഗ്രമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ശ്രീമദ് ഭാഗവതത്തിന്റെ കാലിക പ്രസക്തി, നമുക്കെല്ലാവർക്കും ലഹരി വേണം എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഏത് പ്രകാരത്തിലുള്ള ലഹരിയാണ് വേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് പല പ്രകാരത്തിലുള്ള ലഹരികളിൽ ആകൃഷ്ടരായി വലിച്ചിഴക്കപ്പെടുന്ന ദുരവസ്ഥ ഇന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനത്തെ സംബന്ധിച്ച് നമുക്ക് അതൊരു വ്യാകുലതയായി മാറിയിരിക്കുന്നു. ലഹരി വേണം, പക്ഷെ അത് എപ്രകാരമുള്ള ലഹരി എന്ന് വകതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ നാഡീഞരമ്പുകളെയൊക്കെ ഇക്കിളിപ്പെടുത്തുകയും ഉത്തേജിപ്പിക്കുകയും അങ്ങനെ ക്രമത്തിൽ തളർത്തിക്കളയുകയും ചെയ്യുന്ന ലഹരിക്ക് പിറകിലായി പോകുന്നു യുവജനത. അതുപോലെ തന്നെ വേറൊരു ദോഷം അവർക്ക് കഥയില്ലായ്മയാണ്. കഥയില്ലായ്മയ്ക്ക് കാരണമാകുന്നു. അത് മറ്റൊരപകടം. ഇതൊക്കെ വളരെ സങ്കീർണമായ രീതിയിൽ ഇന്നത്തെ സമാജ വ്യവസ്ഥയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും ആശങ്ക നൽകുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരമാകും ശ്രീമദ് ഭാഗവത ലഹരി, ശ്രീകൃഷ്ണാനന്ദ ലഹരി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ഉത്തമ ഉത്തേജന ഔഷധമാണ്. പിബതര ഭാഗവതം രസമാലയം രസോ വൈ സഹ. ഇതിന്റെ ഒരു ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ഇത് രസമാണ്, രസങ്ങളുടെ മുഴുവൻ രസമാണ്, അതുകൊണ്ട് രാസമാണ്. അത് ആസ്വദിച്ചാൽ അത് പിബത എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ഇത് പാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രേയസ്കരമായ രീതിയിൽ ഉന്മത്തരാവും. ആ ഉന്മത്തത ജന്മസാഫല്യ സാക്ഷാത്കാരത്തിനും ലോക കല്യാണത്തിനും ഒരുപോലെ ഉപകാരമാവും. അതുകൊണ്ട് ഈ ലഹരി നല്ലതാണ്. ലഹരിക്കുള്ള കൊതിയെ ഈ പ്രകാരം തിരിച്ചുവിടാൻ വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റുള്ളവരെയും ഇതിലേക്ക് ക്ഷണിക്കണം. പ്രത്യേകിച്ച് യുവജനങ്ങളുമായി അവരുടെ ഭാഷയിൽ ഭാഗവത ലഹരിയെക്കുറിച്ച്, ശ്രീകൃഷ്ണാനന്ദ ലഹരിയെക്കുറിച്ച്, കൃഷ്ണഭജന ലഹരിയെക്കുറിച്ച്, കൃഷ്ണകഥാ ലഹരിയെക്കുറിച്ച്, കൃഷ്ണതത്വ ലഹരിയെക്കുറിച്ച് പറയാൻ നമുക്കെല്ലാവർക്കും ഉത്സാഹമുണ്ടാകട്ടെ. അതിൻ്റെതായ ഒരു ഭാഷ വശത്താക്കാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ പ്രകാരം ഒക്കെ ശ്രീമദ് ഭാഗവത അനുസന്ധാനത്തിന് എല്ലാവർക്കും സ്വാഗതം. വിനോദിന് അഭിനന്ദനം നേരുന്നു. വിനോദിന്റെ ഒരു സ്വധർമ്മം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തു പോന്നിട്ടുണ്ട്. കുറെ കാലം ശാന്തി വൃത്തിയെ ചെയ്തിട്ടുണ്ട്. അത് വിനോദിനെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മമാണ്. രണ്ടാമത് അത് തന്നെയാണ് മറ്റൊരു പ്രകാരത്തിൽ ഭഗവത് ആരാധനയാണ്, പൂജയാണ്, സപര്യയാണ് ഭാഗവത അധ്യാപനത്തിലൂടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് വിനോദ് ഇതൊരു സ്വധർമ്മമായതുകൊണ്ട് ഈശ്വരാർപ്പണമായി ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ വിനോദിന് സാധിക്കും. ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിനോദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പഠിതാക്കളായി എത്തിയിട്ടുള്ളവർക്കും അഭിനന്ദനങ്ങളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം തന്നെ മറ്റ് പഠിതാക്കളെ, താല്പര്യമുള്ളവരെയൊക്കെ വിവരമറിയിക്കാനും ഈ പഠന ക്ലാസ്സിൽ അവരെയൊക്കെ പങ്കെടുപ്പിക്കാനും എല്ലാവരും ഉത്സാഹിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു കൊള്ളട്ടെ. ഏത് പഠനത്തെ സംബന്ധിച്ചിടത്തോളവും ദക്ഷിണാ സമർപ്പണം എന്നുള്ളത് പഠന സാഫല്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലും നമുക്ക് ഉത്സാഹമുണ്ടായിരിക്കണം. അത് എപ്പോ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ സംഘാടനം നിർവഹിക്കുന്നവർ സൂചിപ്പിക്കും എന്ന് കരുതട്ടെ, അഥവാ സൂചിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നിൽ വെച്ചോട്ടെ. അപ്പോഴേ ഒരു പ്രയത്നം സഫലമാവുള്ളൂ. ദക്ഷിണ ഇല്ലാതെ ചെയ്യുന്ന യജ്ഞം വിഫലമായി പോകും. അതുകൊണ്ട് ഇത് സഫലമാവട്ടെ, അതിന് എല്ലാവർക്കും ഉത്സാഹമുണ്ടാവട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ഭാഷണം ഉപസംഹരിക്കുന്നു. ഹരി ഓം.